ഹായ് മക്കളെ, വെക്കേഷൻ്റെ അവസാന മാസങ്ങളിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ +2 വിദ്യാർത്ഥികളാവും. എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി പല ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എജുപോർട്ടിന് ഇപ്പോൾ നിലവിലുള്ള ബാച്ചസിൻ്റെ പേര് സൂപ്പർ ബാച്ച് എന്നാണ്. ബോർഡ് ലെവൽ ബാച്ചസ് ഉണ്ട്. നീറ്റും കീമും ജെയും CUT ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള എൻട്രൻസ് ഓറിയൻറ്റഡ് ബാച്ചസ് വേറെ ഉണ്ട്. അപ്പം നെക്സ്റ്റ് ബോർഡ് ബാച്ച് എന്നാന്നുള്ള പല സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അടുത്ത ബാച്ച് എന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എജുപോർട്ടിൻ്റെ ഓൾറെഡി 3 +2 സൂപ്പർ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി തുടങ്ങാൻ പോകുന്നത് 4ാമത്തെ +2 സൂപ്പർ ബാച്ചാണ്. അതിൻ്റെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. May 20th തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ആ ഡേറ്റ്സ് അതിനോട് ചേർന്നുള്ള എല്ലാ ഡേറ്റ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് May 20 കഴിഞ്ഞു കഴിഞ്ഞാലും 21-നും 24-നും 25-നും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. യാതൊരു പ്രശ്നം വരില്ല. ഷെഡ്യൂൾ എല്ലാം നിങ്ങൾക്ക് കവർ ആവും. ഇനി രണ്ടാമത്തെ സംശയം, ഒന്ന് സിലബസ് എപ്പോഴായിരിക്കും ഈ ഒരു ബാച്ചിന് തീരുക? എജുപോർട്ട് എപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ സ്കൂളുകളിൽ പാഠം തീരുന്നതിൻ്റെ എത്രയോ മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് പാഠം തീർക്കുകയും നിങ്ങൾക്ക് കിടിലൻ റിവിഷൻ തരികയും ചെയ്യുന്നത്. അപ്പോൾ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം, 4th ബാച്ച് ആയതുകൊണ്ട് ഡിസംബർ വെക്കേഷനിലായിരിക്കും നിങ്ങളുടെ സിലബസുകൾ തീരുക. എജുപോർട്ടിന് തൊട്ട് മുമ്പ് തുടങ്ങിയ ബാക്കി 3 സൂപ്പർ ബാച്ചുകളിൽ ഒക്ടോബറിലും നവംബറിലൊക്കെ തീരുന്ന ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു May 20th തുടങ്ങുന്ന ബാച്ച് ആയതുകൊണ്ട് ഡിസംബർ വെക്കേഷനിലായിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലി സിലബസ് തീരുക. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഡിസംബർ വെക്കേഷന് മുമ്പ് തന്നെ ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യും, ടോപ്പിക്സ് തീരും. ബാക്കി പെൻഡിങ് ചാപ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കേഷന് തീർക്കും. റെഡി, അത് കഴിഞ്ഞു വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഫീച്ചേഴ്സ്. ഇതുവരെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എജുപോർട്ടിന്റെ ഫീച്ചേഴ്സ് അറിയാത്തവരാണെങ്കിൽ ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിഡിലൻ ക്ലാസ് ഉണ്ടാവും. എജുപോർട്ടിന്റെ ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടും ലൈവായിട്ട് ക്ലാസ് ഉണ്ടാവും. അതിന് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാവും. ആ ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്തെന്ന് ഉറപ്പുവരുത്താനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ഇനി ബാക്കി ബാച്ചുകളെ പോലെ തന്നെ എജുപോർട്ട് ആപ്പിലുള്ള ബാക്കി കിഡിലൻ നോട്ടും റിസോഴ്സസും ക്വസ്റ്റ്യൻ ലൈബ്രറിയും ഡൗട്ട് ക്ലിയറൻസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിന് അഡീഷണൽ ആയിട്ട് ഫാക്കൽറ്റീസുമായിട്ടുള്ള നിങ്ങൾക്ക് സൂം ഇൻട്രാക്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഫിക്സഡ് ടൈമിൽ ഇതുണ്ടാവും, വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസും ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഫാക്കൽറ്റിയോട് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കുകയും ചെയ്യാം. പിന്നെ ബാക്കി എജുപോർട്ടിന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇതിൽ കുറവൊന്നുമില്ല. ഇനി അടുത്ത സംശയം ഉണ്ടാവുക, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. എന്താണ് ഫൗണ്ടേഷൻ? അതായത് നിങ്ങൾ +1 പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം തോന്നിയ 2 സബ്ജക്റ്റുകൾ, ഒന്ന് മാത്സ് ആണ്, മറ്റൊന്ന് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അറിയാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് +1ലും പണി കിട്ടിയത്, ഇനി +2ലും പണി കിട്ടാൻ പോകുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾ എത്ര പഠിച്ചെങ്കിലും എക്സാമിന് എഴുതി മാർക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ വേറെ തന്നെ സ്കില്ലാണ്. അപ്പോൾ വേർഡ്സ് ഫോം ചെയ്യാനും ഗ്രാമറും അതിൻ്റെ യൂസേജും ഒക്കെ ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാത്സ് നിങ്ങൾ +1 വരെ ഇത് ഏത് ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചോ അതിൻ്റെ എന്തെല്ലാം +2ലേക്ക് ആവശ്യമുണ്ട് അതെല്ലാം കവർ ചെയ്യുന്ന ഒരു കിഡിലൻ ഒരു ബൂട്ട് ക്യാമ്പ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സും എജുപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് മാത്രമായിട്ട് ഇപ്പം നിലവിൽ എൻറോൾമെന്റ് ഇല്ല. നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ ഭാവിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യാം. പക്ഷേ നിലവിൽ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എജുപോർട്ടിന്റെ നിലവിലെ ഈ ഒരു സൂപ്പർ ബാച്ചുകൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും റെക്കോർഡിങ്ങും ഒക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി എജുപോർട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട സെൽഫ് അസസ്മെന്റ് എക്സാം ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളത് പഠിച്ചു എന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും. ഇനി മറ്റൊരു സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാവുക ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിനെ കുറിച്ചാണ്. ഇംപ്രൂവ്മെന്റ് ക്ലാസ് നമ്മൾ നേരത്തെ തുടങ്ങിയ സൂപ്പർ ബാച്ചിനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അത് ഈ ബാച്ചിനും ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് അടുത്ത മാർച്ച് എക്സാമിൽ +2 എക്സാമിന്റെ കൂടെയാണ്. അതുവരെ നിങ്ങൾക്ക് എജുപോർട്ടിന്റെ +1 ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. +1 ക്ലാസ് അതേപോലെ തരില്ല. ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ് സെപ്പറേറ്റ് ആയിട്ട് കുറഞ്ഞ സമയത്തിൽ എടുത്ത ക്ലാസ്സസ് ഉണ്ട്. അതിന്റെ ലൈവ്സും പ്ലാനുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ഞാൻ ഒരു ക്ലാരിറ്റി കൂടി വരുത്താം. +2നാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ കൊണ്ടുപോകും. അതിന് മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി തരാനൊക്കെ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി ഉള്ള എജുപോർട്ട് അതേ പ്രൈസിങ് തന്നെയാണ്, മറ്റു ബാച്ചിൽ അതേ പ്രൈസിങ് തന്നെയാണ്. 5499 ആണ് നിങ്ങൾക്ക് ഇതിലുണ്ടാവുന്ന എമൗണ്ട് ഉണ്ടാവുക. അപ്പോൾ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബാച്ചിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചോ ഇനി എന്ത് ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് അതിന് ചോദിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പറും കൂടി തരാം. 9778412573 എന്ന്
എന്ന് പറഞ്ഞ നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പും ചെയ്യാം കേട്ടോ. റെഡി? അപ്പോൾ പഠിക്കുക. എജുപോർട്ട് May 20th സ്റ്റാർട്ട് ചെയ്യും. അന്ന് ഓറിയന്റേഷൻ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പഠിച്ചു തുടങ്ങുക. ഇനി ഒറ്റ സംശയം ചിലപ്പോൾ ചില കുട്ടികൾ ഇനിയും ഉണ്ടാവും, ഇത് വെർത്താണോ എന്നുള്ളത്. 100% വെർത്താണ്. എജുപോർട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഇനി എജുപോർട്ടിന്റെ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ അവിടെ കമന്റ് ചെയ്യുക. ഞങ്ങൾ ഡിലീറ്റ് ഒന്നും ചെയ്യില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെർത്താണെങ്കിൽ വെർത്ത് എന്ന് കമന്റ് ചെയ്യുക. ഒരു ടെൻഷനും വേണ്ട. 7 days റീഫണ്ട് പോളിസിയും ഈ ഒരു ബാച്ചിലുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത് 7 daysനുള്ളിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. ഇപ്പൊ തന്നെ ഫില്ല് ചെയ്യുക. മറന്നു പോകരുത്, വിട്ടുപോകരുത്. 20th നമുക്ക് പഠിച്ചു തുടങ്ങാം.